ഹായ് മക്കളെ, ഇന്നലെ മുതൽ ഞാൻ ഒരൊറ്റ കാര്യത്തിൻ്റെ മാത്രം പുറകിലായിരുന്നു. നീറ്റ് 2024 വല്ല സ്കാമും നടന്നിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. അതായത് പരീക്ഷയുടെ തലേ ദിവസം തന്നെ ചോദ്യ പേപ്പറുകളടക്കം ഒരുപാട് വിദ്യാർത്ഥികളുടെ കയ്യിലെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം നിങ്ങളോട് ക്ലിയർ ആക്കാനുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിന് ഞാനിത് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തിന് ഞങ്ങളിത് ചെയ്യുന്നു എന്നുള്ളത്. കാരണം ഒരുപാട് മക്കളുണ്ടാവും കഴിഞ്ഞ 1-2 വർഷമായിട്ട് എന്താ പറയുക, എല്ലാം രാവും പകലും പഠിച്ചിട്ട് നല്ലൊരു സ്കോറിലെത്തിയിട്ട് റിസൾട്ട് വന്നപ്പോൾ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരുടെ മനസ്സിലൊക്കെ ഈ ഒരു വാർത്തയൊക്കെ കേൾക്കുമ്പം ആദ്യമാണെന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. കാരണം എൻ്റെ റാങ്ക് പോവോ, അഥവാ റീടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ എനിക്കിനി പഴയ പോലത്തെ കോളേജ് കിട്ടുമോ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ അവരിങ്ങനെ ആലോചിക്കുന്നുണ്ടാവും അല്ലേ. പക്ഷേ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ നിങ്ങൾ കിട്ടിയ സ്കോറ് പ്രകാരം പാലക്കാടോ അല്ലെങ്കിൽ ഇടുക്കിയിലുള്ള മെഡിക്കൽ കോളേജിലായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ പോവുക. പക്ഷേ നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കേണ്ട ആൾക്കാരായിരിക്കും. അതേപോലെ തന്നെ കേരളത്തിൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജ് പഠിക്കേണ്ട നിങ്ങൾ ഈ ഒരു സ്കാം കാരണം ഇന്ത്യയിലെ ഏതെങ്കിലും മൂലയിൽ ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക. അതിനേക്കാളൊക്കെ ഉപരി ഒത്തിരി മക്കളുണ്ടാവും ഡോക്ടർ എന്ന സ്വപ്നവുമായിട്ട് നല്ല സ്കോറ് വാങ്ങിയിട്ട് ഇത്തവണ അത് കിട്ടൂല എന്നറിഞ്ഞ് ഞെട്ടിത്തരിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീറ്റിൻ്റെ കേസിൽ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ചെറിയ ചെറിയ രീതിയിലുള്ള ആൾമാറാട്ടങ്ങളും സ്കാമുകളൊക്കെ നടക്കാറുണ്ട്. അത് അവിടെ തന്നെ ഒതുങ്ങി തീരുകയായിരുന്നു ചെയ്യുന്നത്. പക്ഷേ ഈ വർഷമാണ് അത് ഇത്രയും വ്യാപകമായി നടന്നിട്ടുള്ളത്. നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഏകദേശം 1 കോടി രൂപയോളം ചെലവ് വേണം എന്തിന്, ഒരു MBBS സീറ്റ് അല്ലെങ്കിൽ ഒരു MBBS കോഴ്സ് പഠിക്കാൻ. അപ്പം അതിന് തയ്യാറായിട്ടുള്ള ആയിരക്കണക്കിന് പാരൻസ് എന്തുണ്ട് ഇന്ത്യയിലുടനീളമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം 1, 2, 3 ലക്ഷം കൊടുത്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അതല്ലേ ഇനി അങ്ങോട്ട് നടക്കുക. ഇന്നത് നോർത്ത് ഇന്ത്യയിലാണ് നടന്നെങ്കിൽ നാളെ എന്തുകൊണ്ട് കേരളത്തിലെ റിച്ച് പാരൻസ് ഇത് ചെയ്യാതിരിക്കും അല്ലേ? റിയാലിറ്റി അതല്ലേ. അതായത് എനിക്ക് തന്നെ അറിയാം, കഴിഞ്ഞ വർഷമടക്കം കിടപ്പാടം പോലും പണയം വെച്ചിട്ട് നീറ്റ് റിപ്പീറ്റിന് പോയ ഒരുപാട് മക്കളെ എനിക്കറിയാം. ഇനി ഈ വർഷം നീറ്റ് 2025 വേണ്ടി തയ്യാറെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അവരുടെ ഒക്കെ മനസ്സിൽ ഇപ്പോൾ ആദ്യമല്ലേ ഉണ്ടാവുക. അതായത് ഞാൻ മര്യാദയ്ക്ക് പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ ഇങ്ങനെ കുറേ ആൾക്കാർ റാങ്ക് കയറി വരികയാണെങ്കിൽ? അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ നീറ്റ് റീടെസ്റ്റ് നടത്തണമെന്നോ മൊത്തം പ്രശ്നം അങ്ങനെയുള്ള ഒരു ആരോപണമല്ല. അതായത് ഇപ്പോൾ പറയുന്നതൊക്കെ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ആരോപണങ്ങൾ മാത്രമാണ്. അതിനെന്ത് ചെയ്യണം? NTA കൃത്യമായിട്ട് ഉത്തരം നൽകണം. അത് ആ ഒരൊറ്റ കാര്യം മാത്രമാണ് എൻ്റെ ആവശ്യമുള്ളത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതൊന്നും നടന്നിട്ടില്ല, അതൊക്കെ വെറുതെ പറയാമെന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറേണ്ട കേസല്ല ഇത്തവണ വന്നിട്ടുള്ളത്. എന്തൊക്കെയാണോ ഇവിടെ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുള്ളത് അത് കറക്റ്റ് അന്വേഷിച്ചിട്ട് ജനങ്ങളുടെ മുന്നിൽ മറുപടി പറയാൻ NTA തയ്യാറാവണം. എന്നാൽ മാത്രമേ ഈ ഒരു സിസ്റ്റത്തിന് നീറ്റിനെ കുറിച്ചുള്ള വിശ്വാസ്യത ജനങ്ങൾക്ക് തിരിച്ചു കിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ കണ്ടെത്തലുകളിലേക്ക് വരാം. ഇതിൽ ആദ്യം പറഞ്ഞ കാര്യം ഇന്നലെ ഞാൻ ഒരു തവണ സൂചിപ്പിച്ച കാര്യമാണ്. അതായത് നീറ്റിലെ 67 കുട്ടികൾ ഫുൾ മാർക്ക് വാങ്ങിയപ്പം അതിലുള്ള 6 കുട്ടികളും അതേപോലെ തന്നെ തൊട്ട് താഴത്തെ 2 റാങ്കുള്ള കുട്ടികളും പരീക്ഷ എഴുതിയിരിക്കുന്നത് ഇന്ത്യയിലെ, ഞാൻ കരുതിയത് ഹരിയാനയാണെന്ന് എനിക്ക് ഉറപ്പില്ല, ഇന്ത്യയിലെ ഏതോ ഒരു സെൻറ്ററിലാണ്. കാരണം അവരുടെ റോൾ നമ്പറുകളിലെ ആ അവസാനത്തെ 3 അക്കം ഒഴിച്ച് ബാക്കിയൊക്കെ സെയിം ആണ്. അത് മിക്കവാറും ഒരേ സെൻറ്റർ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വീണ്ടും നിങ്ങൾക്കൊരു സംശയം തോന്നാം, ആകെ സർ 8 ആൾക്കാരല്ലേ ഉള്ളൂ. പക്ഷേ ഈ 8 ആൾക്കാർ എങ്ങനെ നമുക്ക് മനസ്സിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, NTA ഓരോ നീറ്റ് പരീക്ഷ കഴിഞ്ഞാലും ഒഫീഷ്യലി ഒരു PDF ഇറക്കും. അതിലെന്തുണ്ടാവും? ഇന്ത്യയിലെ ടോപ്പ് 100 കുട്ടികളുടെ റോൾ നമ്പർ ഉണ്ടാവും, അവരുടെ പേരുകൾ ഉണ്ടാവും. ആ 100 കുട്ടികളിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? ഈ 8 ആൾക്കാരുടെ ലിസ്റ്റ് വന്നിട്ടുള്ളത്. അതായത് 720-ൽ 720 വാങ്ങിയ 6 പേരാണ് ഈ ലിസ്റ്റിലുള്ളത്. അത് എന്ത് ബേസിൽ? അത് ഒരു രീതി നോക്കുക അസംഭവ്യമാണ്. ഇനി എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 8 ആൾക്കാർ ഇതിലുള്ളതല്ല. ആ 100 ആൾക്കാരുടെ ലിസ്റ്റാണ് നമുക്ക് കിട്ടിയത്. ആ 100ാമത്തെ ആൾക്ക് പോലും 715 മാർക്ക് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ താഴെയുള്ള 712-ഉം അതേപോലെ 710-ഉം 711 മാർക്ക് വാങ്ങിയ മുതൽ താഴോട്ട് എത്ര ആൾക്കാർ ഇതുപോലെ ഈ സെൻറ്ററിൽ നിന്ന് പരീക്ഷ എഴുതിയിട്ടുണ്ടാവുമെന്ന് നമുക്കറിയില്ല. പക്ഷെ അറിയുന്നത് ആർക്ക് മാത്രമാണ്? NTAക്ക് മാത്രമാണ്. ഈ ഒരൊറ്റ റോൾ നമ്പർ മതി NTAക്ക് ഇത് ഏത് സെൻറ്ററാണെന്ന് കണ്ടുപിടിക്കാൻ.
ഈ ഒരൊറ്റ റോൾ നമ്പർ മതി ഇത് ഏത് സെൻറ്റർ, ആ സെൻറ്ററിൽ എന്താ സംഭവിച്ചതെന്നുള്ളത് NTA മറുപടി പറയേണ്ടത് തന്നെയാണ്. അതാണ് നമ്മൾ ഇവിടുത്തെ കേസിൽ ആവശ്യം. ആൻഡ് ഇത് ഈ ഒരു സെൻറ്റർ മാത്രമാണോ, ഇന്ത്യയിലെ ബാക്കി എത്ര സെൻറ്ററുകളിൽ നിന്നും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് NTA അന്വേഷിച്ചേ പറ്റുള്ളൂ. AI ക്യാമറയും ഫുൾ പ്രൊട്ടക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഇവിടെ നടന്നിട്ടുള്ളത്? ഒന്നാമത്തെ കേസ്. ഇനി രണ്ടാമത്തെ കേസ്, ഈ കുട്ടിയുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് പുറത്തു വിടുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ ഇത് ഓൾറെഡി എന്താണ് ഇൻ്റർനെറ്റിലൊക്കെ റെഡിലി അവൈലബിൾ ആണ് കൊണ്ടാണ് ഞാൻ അതൊന്നും കൂടെ ഇവിടെ കാണിക്കുന്നത്. ആൻഡ് ഇവിടെ ഞാനിത് വെറുതെ ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടിയ ഒരു സ്ക്രീൻഷോട്ട് അല്ല. അതായത് ഈ അപ്ലിക്കേഷൻ നമ്പറും അതേപോലെ തന്നെ ഈ ഡേറ്റ് ഓഫ് ബർത്തും കൊണ്ട് നിങ്ങൾ നീറ്റ് റിസൾട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് കിട്ടുന്ന മാർക്ക് 719 ആണ്. 710. അതായത് നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ 720 കഴിഞ്ഞാൽ 716 മാർക്കല്ലേ അടുത്ത മാർക്ക് വരുള്ളൂ. 717, 18, 19 എന്തില്ല, ഒരു കാരണവശാലും വരില്ല. ഈ ഒരൊറ്റ റീസൺ കൊണ്ടാണ് ഗ്രേസ് മാർക്ക് എന്നുള്ള പ്രശ്നത്തിലേക്ക് തന്നെ വന്നത്. നിങ്ങളിത് മനസ്സിലാക്കണം. ഒരൊറ്റ റീസൺ കൊണ്ടാണ് ഗ്രേസ് മാർക്ക് ഉണ്ട് എന്നത് പോലും നമ്മൾ അറിഞ്ഞത്. ഞാൻ ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞു പരീക്ഷയ്ക്ക് സമയമില്ലാത്തത് കൊണ്ട് NTA കൊടുത്തതാണ് ഗ്രേസ് മാർക്ക് എന്നുള്ളത്. പക്ഷെ അത് ഒഫീഷ്യലി ഞാൻ എവിടുന്നും കണ്ടിട്ടുള്ളതോ, ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടതാണ്. എന്തുകൊണ്ട് NTA ഇത് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഇനിയിപ്പോൾ ഞാൻ കാണാത്തതാണോന്നറിയില്ല, ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നില്ല? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഈ നീറ്റിൻ്റെ കേസിൽ നിങ്ങൾ പരീക്ഷ എഴുതുന്നു, OMR ഷീറ്റ് എന്താണ് സീൽഡായിട്ട് കൊടുത്തയക്കുന്നു. ആൻഡ് ആ സീൽഡ് OMR ഷീറ്റ് ആരോ ഒരാൾ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യണം, ഇങ്ങനെ വെച്ചിട്ട് കമ്പ്യൂട്ടറാണ് ബാക്കി ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നു, എത്ര ക്വസ്റ്റ്യൻസ് റൈറ്റ് ആണെന്ന് കമ്പ്യൂട്ടർ നോക്കുന്നു. ആൻഡ് അതിനുശേഷം നമ്മൾ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിനുശേഷം നമ്മൾ റാങ്ക് ലിസ്റ്റ് ഇടുന്നു. എന്നിട്ട് നമുക്ക് സ്കോർ കാർഡ് തരുന്നത് വരെ ഒരു ഹ്യൂമൻ ഇൻ്റർവെൻഷനും ഇല്ല എന്നാണ് ഇത്രയും കാലം ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ഈ കുട്ടിക്ക് ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ 718 കുട്ടിക്കും ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് അവർക്ക് മാത്രമാണോ കിട്ടിയത്? അതും എത്ര മാർക്കാണ് ഗ്രേസ് മാർക്ക് കിട്ടിയത് അറിയില്ല. 720ൽ 720 കിട്ടിയ കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എത്രയുണ്ട്? അതേപോലെ തന്നെ ഇതിൻ്റെ താഴെയൊക്കെ മാർക്കുള്ള കുട്ടികൾ, അതായത് സമയം കിട്ടിയില്ല എന്ന് കംപ്ലൈൻറ്റ് ചെയ്ത എല്ലാ ആൾക്കാർക്കും നിങ്ങൾ ഗ്രേസ് മാർക്കാണോ കൊടുത്തത്? ഒന്നും ഉത്തരം പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ ഉത്തരം എന്ത് ചെയ്യണം, കിട്ടിയേ പറ്റുള്ളൂ. ആൻഡ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്രേസ് മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഈ എൻട്രൻസിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ, നീറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഗ്രേസ് മാർക്ക് കിട്ടുന്ന അയാളെ മാത്രം പിടിച്ചാൽ മതി. നിങ്ങളെ മക്കൾക്കും അല്ലെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റും, നല്ല റാങ്കിലേക്ക് എത്താൻ പറ്റും. സോ അങ്ങനെ ഒരു സിസ്റ്റം എന്തിന് കൊണ്ടുവന്നിട്ടുണ്ട്, ആർക്കൊക്കെ എത്ര മാർക്കാണ് ഗ്രേസ് മാർക്ക് കൊടുത്തത് എന്നും NTA വ്യക്തമാക്കിയേ പറ്റുള്ളൂ. അതാണ് രണ്ടാമത്തെ കേസ്. എൻ്റെ ഏറ്റവും അവസാനം ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്തിട്ടുണ്ടോ? അതായത് കഴിഞ്ഞ തവണ നീറ്റിൻ്റെ കേസിൽ നിങ്ങൾ എന്നെ ഓർക്കുന്നില്ല, ക്വസ്റ്റ്യൻ പേപ്പർ 4 മണിക്ക് വന്നു എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ തന്നെ പറഞ്ഞിട്ട് അത് പരീക്ഷ ഹാളിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങി ഓടിയതെങ്ങാനായിരിക്കും. പക്ഷേ അതല്ല യാഥാർത്ഥ്യം എന്നുള്ള ഒരുപാട് ടെലിഗ്രാം ചാറ്റുകളും ഈവൻ സീ ന്യൂസിൻ്റെ കവറേജ് അടക്കമുണ്ട്. ബീഹാറിലെ പാട്നയിൽ മെയ് 5 നടക്കുന്ന നീറ്റ് പരീക്ഷയുടെ തലേ ദിവസം മെയ് 4 ക്വസ്റ്റ്യൻ പേപ്പർ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പർ എത്തിയിട്ടുണ്ടെന്ന് മാത്രമല്ല 1.5 ലക്ഷം രൂപക്കടക്കം ക്വസ്റ്റ്യൻ പേപ്പറുകൾ ടെലിഗ്രാമിലൂടെ അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വാർത്തകൾ വന്നിട്ടുണ്ട്. പാട്ന പോലീസ് അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കുറേ ന്യൂസ് ശകലങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. പക്ഷേ എനിക്കത് 100% അറിയില്ല. നിങ്ങൾക്കറിയാം ടെലിഗ്രാം ചാറ്റുകളൊക്കെ ആർക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതും എന്ത് ചെയ്യണം, NTA അന്വേഷിച്ച് ഉത്തരം പറയേണ്ടതാണ്. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം കിടക്കുന്നതും. ഇതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ട ഒരൊറ്റ കാര്യമുണ്ട്. റിസൾട്ട് പ്രഖ്യാപിച്ച ദിവസവും റിസൾട്ട് പ്രഖ്യാപിച്ചതിൻ്റെ തിടുക്കവും. അതായത് ജൂൺ 14 റിസൾട്ട് വരുമെന്ന് ആദ്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇലക്ഷൻ റിസൾട്ട് അതായത് ഇന്ത്യ കഴിഞ്ഞ 10-15 വർഷത്തിനിടയ്ക്ക് നടന്ന ഏറ്റവും ടഫായിട്ടുള്ള ഒരു ഇലക്ഷൻ റിസൾട്ട്, മുഴുവൻ ആളുകളും ആരാവും ഇന്ത്യ ഭരിക്കുക എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആ വൈകുന്നേരം ഏകദേശം 3:30 മണിക്കാണ് NTA റിസൾട്ട് പ്രഖ്യാപിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം അതിലുള്ള ആ ഒരു ടൈമിങ്. അതായത് ഇതുവരെ എനിക്ക് തോന്നുന്നത് വളരെ അപൂർവം പത്രങ്ങൾ മാത്രമേ ഈ വിഷയം ഏറ്റെടുത്തിട്ടുള്ളൂ. അല്ലെങ്കിൽ ബ്രേക്കിംഗ് ന്യൂസുകളും രാത്രി ചർച്ചകളും ആവേണ്ട കേസാണ് ഇപ്പോൾ അതിലേക്ക് മുങ്ങിപ്പോയിട്ടുള്ളത്. ഇത് വളരെ പ്ലാൻഡ് ആണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ഞാൻ ഓർത്തെടുക്കുകയാണ്. 2015 AIPMT, അന്ന് നീറ്റ് മാത്രമായിരുന്നില്ല, AIPMT എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാം സുപ്രീം കോടതി മാറ്റി നടത്തേണ്ടി വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് എന്നുള്ള വാർത്ത വഴിയാണ്.
ആൻഡ് അന്ന് എന്താ സംഭവിച്ചത്, ഒരു ജൂൺ 5-ന് റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾ മുമ്പാണ് റിസൾട്ട് പ്രഖ്യാപിക്കരുത് എന്ന് സുപ്രീം കോടതി വിധിച്ചത്. ആ വർഷം രണ്ടാമത് എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് മുന്നെയാണ് ഈ വാർത്ത അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടായില്ലായിരുന്നു. എല്ലാവരും എന്താ ഒരു റീടെസ്റ്റിന് അനുകൂലിച്ചേനെ, കാരണം ആരുടെ മാർക്ക് ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ ഇവിടെ റാങ്ക് ലിസ്റ്റ് പുറത്തു വിടുന്നതിലൂടെ, ഇത്ര തിടുക്കത്തിൽ റാങ്ക് ലിസ്റ്റ് പുറത്തു വിടുന്നതിലൂടെ NTA-ക്ക് എന്താണ് നല്ലൊരു പോയിന്റ് വന്നിരിക്കുക. സാർ, ഒരുപാട് കുട്ടികൾ ഒരുപാട് പ്രതീക്ഷിച്ചു പോയി, നല്ല മാർക്കൊക്കെ വാങ്ങിപ്പോയി, അവരെന്നെ നിരാശപ്പെടുത്താൻ പറ്റുമോ? ഈ എല്ലാ സ്കാമുകളും നടന്നിട്ടുണ്ടെങ്കിൽ ഒരു റീടെസ്റ്റ് തടയാൻ വേണ്ടിയിട്ടാണോ ഒരു സുപ്രീം കോടതി വിധി വരുന്നതിന് മുമ്പേ ഇത്രയും പെട്ടെന്ന് ഈ റിസൾട്ട് പുറത്തു വിട്ടതെന്നും എനിക്ക് ഡൗട്ടുണ്ട്. ഇനി ബാക്കിയൊക്കെ നിങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങൾക്ക് ഉള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറയാം. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ ഫ്രണ്ട്സിനും നിങ്ങളുടെ കൂടെ നീറ്റ് ചെയ്തിട്ട് സ്വപ്നങ്ങളൊക്കെ തല്ലിക്കെടുത്തപ്പെട്ട ആൾക്കാർക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക.